രാജാതിരാജാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം സീരീസിൽ 25-ാമത്തെ ക്ലാസ്സാണ് ഇത്. കുഞ്ഞാട് ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് യുദ്ധം വരുന്നു എന്ന ദർശനമായിരുന്നു. രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ആഭ്യന്തര കലഹങ്ങൾ വരുന്നു എന്ന ദർശനമായിരുന്നു. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ക്ഷാമം വരുന്നു എന്ന ദർശനമായിരുന്നു. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് വാൾ, ക്ഷാമം, മരണം, വന്യമൃഗങ്ങൾ എന്നിവ കൊണ്ട് മനുഷ്യർ കൊല്ലപ്പെടുവാൻ പോകുന്നു എന്നതായിരുന്നു. അഞ്ചാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ വചന നിമിത്തവും അവർക്കുണ്ടായിരുന്ന സാക്ഷ്യ നിമിത്തവും കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രതികാരം വരുന്നു എന്നാണ്. ആറാമത്തെ മുദ്രയുടെ കീഴിൽ ദർശനം 3 ഭാഗമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒന്നാം ഭാഗമാണ് 6:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അതിൽ വരുവാനിരുന്ന യഹോവയുടെ നാളിനെ കുറിച്ചിട്ട് ഉള്ള ദർശനമാണ് ഉള്ളത്. രണ്ടാം ഭാഗം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. അതിൽ ദൈവം തൻ്റെ ദാസന്മാരെ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് മുദ്രയിട്ട് സൂക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ ക്ലാസ്സിലെ പ്രമേയം. ആദ്യത്തെ 3 വാക്യങ്ങളുടെ വായന. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. 1-ാം വാക്യം ആരംഭിക്കുന്നത് അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം 8-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദർശനം കണ്ട ശേഷം എന്നാണ്. ദർശനത്തിൽ ചുരുങ്ങിയത് 6 ദൂതന്മാരെങ്കിലും ഉണ്ട്. അതിൽ 4 ദൂതന്മാർ ഒരു ഗണമാണ്. അവർ ഭൂമിയുടെ 4 കോണുകളിൽ ഭൂമിയുടെ 4 കാറ്റുകളെ ബലമായി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബലമായി പിടിച്ചിരിക്കുന്നത് ആ കാറ്റുകൾ കൈ വിട്ടുപോയി ഊതാതിരിക്കേണ്ടതിനാണ്. ഊതിയിട്ട് നാശനഷ്ടങ്ങൾ വരുത്താതിരിക്കേണ്ടതിനാണ്. അവർക്ക് ഭൂമിക്കും കടലിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തുവാൻ അധികാരം നൽകിയിട്ടുണ്ട്. അവർ ഭൂമിയുടെ 4 കോണുകളിൽ നിന്നും ആ 4 കാറ്റുകളെ വിട്ടയച്ചാൽ അവ ഭൂമിക്കും കടലിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തുവാൻ തുടങ്ങി. എന്നാൽ അവർ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദോഷം ചെയ്യാതിരിക്കണമായിരുന്നു. അതിന് അവരെ തിരിച്ചറിയുവാൻ അവരുടെ നെറ്റിയിൽ മുദ്രയിടുവാൻ ആവശ്യമുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കുന്നത് വരെ ഭൂമിയുടെ 4 കാറ്റുകളെ വിട്ടയക്കാതിരിക്കണമെന്ന് 5-ാമത്തെ ദൂതൻ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ആകയാൽ ആ 4 കാറ്റുകളാലുള്ള ദോഷം ദൈവത്തിൻ്റെ ദാസന്മാരല്ലാത്തവരെ ഉദ്ദേശിച്ചുള്ളത് ആണ്. 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ 5-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ പുറപ്പെടുന്ന വെട്ടുകിളികൾ വരുത്തുന്നതും നെറ്റിയിൽ മുദ്രയില്ലാത്ത മനുഷ്യർക്കാണ്. അതായത് ദൈവത്തിൻ്റെ ദാസന്മാരല്ലാത്തവർക്കാണ് ആ കേട് വരുത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇവിടുത്തെ 5-ാമത്തെ ദൂതൻ കിഴക്ക് നിന്നാണ് കയറി വരുന്നത്. ആ ദൂതന്റെ കൂടെ മുദ്രയിടുവാൻ വേറെയും ചിലരുണ്ട് എന്ന സൂചന ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം എന്ന വാക്കുകൾ നൽകുന്നു. ഇതുകൊണ്ടാണ് രംഗത്ത് ചുരുങ്ങിയത് 6 ദൂതന്മാരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഭൂമിന്മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് 7:1 വായിക്കുന്നുണ്ടല്ലോ. ഈ വാക്യഭാഗം മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വെക്കേണ്ട കാര്യം ഈ കാഴ്ച അടയാള രൂപത്തിൽ അഥവാ പ്രതീക രൂപത്തിലാകുന്നു കാണിച്ചിരിക്കുന്നത് എന്ന സത്യമാണ്. ഭൂമി, കടൽ, വൃക്ഷങ്ങൾ എന്നീ പ്രതീകങ്ങളുടെ അർത്ഥം എന്താണെന്ന് ഇനി നമുക്ക് ആരാഞ്ഞു നോക്കാം. പ്രവചന ദൃശ്യങ്ങളിൽ കടൽ അക്ഷരാർത്ഥത്തിൽ കടലോ കര അക്ഷരാർത്ഥത്തിൽ കരയോ ആകണമെന്നില്ല. ഉദാഹരണത്തിനായി ദാനിയേൽ 7:2 വായിക്കാം. ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിൻ്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്നും
കരയേറി വന്നു. ദാനിയേൽ 7:2 ആകാശത്തിൽ 4 കാറ്റിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഈ വായിച്ച വചനഭാഗത്ത് മൃഗങ്ങൾ കരയിലാണ് വസിക്കുന്നത്, എന്നിട്ടും സമുദ്രത്തിൽ നിന്നും മൃഗങ്ങൾ കയറി വരുന്നതായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ വിവരണത്തിന് ഒരു അസ്വാഭാവികതയുണ്ട്. അസ്വാഭാവികമായ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ടത് എന്ന് ഇതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. ദർശനത്തിലെ ഈ 4 മൃഗങ്ങൾ ഭൂമിയിൽ വരുവാനിരുന്ന 4 രാജാക്കന്മാരാകുന്നു എന്ന് 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാൻ ഇരിക്കുന്ന 4 രാജാക്കന്മാർ ആകുന്നു. ആകയാൽ ഈ ദർശനത്തിലെ മഹാസമുദ്രമല്ല, അത് ജാതികൾ എന്ന മഹാജനസമുദ്രമാണ്. മൃഗങ്ങൾ മൃഗങ്ങളല്ല, ജാതികളുടെ രാജാക്കന്മാരാണ്. ഇതുപോലെ തന്നെ വെളിപ്പാട് 7-ലെ ഭൂമി ഭൂമിയോ, കടൽ കടലോ, കര കരയോ, വൃക്ഷങ്ങൾ വൃക്ഷങ്ങളോ അല്ല. ഭൂമി, കടൽ, വൃക്ഷം എന്നിവയുടെ അർത്ഥം എന്താണെന്ന് ഇനി ആരായാം. ഭൂമിക്കോ കടലിനോ വൃക്ഷങ്ങൾക്കോ നിങ്ങൾ ദോഷം വരുത്തരുത് എന്ന വാക്കുകൾ കേട്ടാൽ തോന്നും കാറ്റ് ഭൂമിക്കും കടലിനും വൃക്ഷങ്ങൾക്കുമാണ് കേടുവരുത്തുന്നത് എന്ന്. എന്നാൽ കാര്യം അങ്ങനെയല്ല. നാം നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അവരുടെ നെറ്റിമേൽ മുദ്ര ഇടുന്നത് വരെ നിങ്ങൾ ദോഷം വരുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദോഷം വരുത്തുന്നത് ഭൂമിക്കോ കടലിനോ വൃക്ഷങ്ങൾക്കോ അല്ല, നേരെ മറിച്ച് മനുഷ്യർക്കാണ്, ദൈവത്തിൻ്റെ ദാസന്മാരല്ലാത്ത മനുഷ്യർക്കാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആകയാൽ ഇവിടെ ഭൂമിയും കടലും വൃക്ഷങ്ങളും അക്ഷരാർത്ഥത്തിൽ ഭൂമിയും കടലും വൃക്ഷങ്ങളും അല്ല, നേരെ മറിച്ച് മനുഷ്യരാണ്. ദൈവത്തെ സേവിക്കുവാൻ മനസ്സില്ലാതെ ദുഷ്പ്രവർത്തികളിൽ മുഴുകിയിരിക്കുന്ന, ന്യായവിധിക്ക് യോഗ്യരായിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ നശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കാറ്റാണ് ഇവിടെ വീശുവാനിരുന്നത്. 4 കാറ്റുകൾ എന്ന പ്രതീകത്തിൻ്റെ അർത്ഥം കുറച്ചുകൂടി വിശദമായി നോക്കാം. ഭൂമിയുടെ 4 കാറ്റുകൾ എന്ന പ്രയോഗത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ഉദാഹരണം 1, യെഹെസ്കേൽ 37:9 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് എഴുതിയിട്ടുണ്ട്. ആകയാൽ ഇവിടെ 4 കാറ്റുകൾ എന്ന് വെച്ചാൽ 4 ദിശകൾ എന്നാണ് അർത്ഥം. ഉദാഹരണം 2, യിരെമ്യാവ് 49:36 ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ 4 ദിക്കിൽ നിന്നും 4 കാറ്റുകൾ വരുത്തി, ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും. ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് വായിക്കുന്നു. ഈ വചനത്തിൽ 4 ദിക്കുകൾ എന്ന അർത്ഥത്തിൽ 4 കോണുകൾ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. സത്യവേദ പുസ്തകത്തിൽ 4 കോണുകൾ എന്നതിന് പകരം 4 ദിക്കുകൾ എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എങ്കിലും വെളിപ്പാട് 7:1 എന്ന പോലെ 4 കോണുകൾ എന്ന അർത്ഥം വരുന്ന ക്വത്സ എന്ന പദമാകുന്നു എബ്രായ ഭാഷയിൽ ഉള്ളത്. 4 കാറ്റുകൾ എന്ന ആദ്യത്തെ പ്രയോഗത്തിന്റെ അർത്ഥം കാറ്റുപോലെ 4 ദിശയിൽ നിന്നും വരുന്ന സൈന്യങ്ങൾ, നെബൂഖദ്നേസറിന്റെ സൈന്യങ്ങൾ എന്നാകുന്നു. എല്ലാ കാറ്റുകളിലേക്കും എന്ന രണ്ടാമത്തെ പ്രയോഗത്തിന്റെ അർത്ഥമോ 4 പാടുമുള്ള സകല ജാതികളിലേക്കും എന്നാണ്. അതായത് നെബൂഖദ്നേസറിന്റെ സൈന്യങ്ങൾ 4 പാടിൽ നിന്നും വന്ന് ഏലാമ്യരെ 4 പാടുമുള്ള ജാതികളിലേക്ക് പിടിച്ചുകൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. ആകയാൽ കാറ്റ് സൈനിക ആക്രമണമാണ്. ഇനി ഉദാഹരണം 3, യിരെമ്യാവ് 49:32 തലയുടെ അരികു പഠിച്ചവരെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിഹ്നിച്ചു കളയുകയും 4 പുറത്തു നിന്നും അവർക്ക് ആപത്ത് വരുത്തുകയും ചെയ്യും. ഇവിടെ 4 ദിശകളിലേക്ക് എന്ന അർത്ഥത്തിലാണ് എല്ലാ കാറ്റുകളിലേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ 1 4 ദിശകളെ കാണിക്കുവാൻ, 2 4 വശത്തു നിന്നുള്ള സൈനിക ആക്രമണങ്ങളെ കാണിക്കുവാൻ, 3 4 പാടുമുള്ള ജാതികളെ കാണിക്കുവാൻ, ഇതിനെല്ലാം കാറ്റ് എന്ന പദപ്രയോഗം തിരുവചനത്തിൽ പ്രവചനങ്ങളിൽ നടത്തിയിട്ടുണ്ട്. വെളിപ്പാട് 7:1 ഭൂമിയുടെ 4 കാറ്റുകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് 7:1 ഭൂമിയിലും കടലിലും വൃക്ഷങ്ങളിന്മേലും വീശുവാനിരുന്ന കാറ്റ് ദോഷം വരുത്തുവാനിരുന്ന കാറ്റായിരുന്നു എന്ന് 2ഉം 3ഉം വാക്യങ്ങൾ പറയുന്നു. ഈ 4 കാറ്റുകൾ യിരെമ്യാവ് 49:36 എന്ന പോലെ ശത്രു സൈന്യങ്ങൾ ആകുന്നു. സൈന്യങ്ങൾ യെരുശലേമിനെ വളയുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്ത ആദ്യ നൂറ്റാണ്ടിലെ റോമൻ സൈനിക ആക്രമണത്തെ ഈ 4 കാറ്റുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാർ
ന്യായവിധിയുടെ ഈ കാറ്റിനാൽ ദോഷം അനുഭവിക്കാതിരിക്കേണ്ടതിന് ദൈവം അവർക്ക് തൻ്റെ മുദ്ര ഏൽപ്പിച്ചു. ഏതാണ് ഈ മുദ്ര? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന മുദ്ര പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് എന്ന് നമുക്കറിയാം. ആ മുദ്രയില്ലാത്തവരാരും യേശുക്രിസ്തുവിന്റെ വകയല്ല എന്ന് റോമാലേഖനം 8:9 പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം എന്ന സത്യത്തിന്റെ വചനം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് നിങ്ങളും അവനിൽ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു എന്ന് എഫേസ്യർ 1:13 എഴുതിയിരിക്കുന്നതും നമുക്കറിയാം. ആ മുദ്ര ഉണ്ടായിരുന്നവരെ ലൂക്കോസ് 21:20 പറഞ്ഞിരിക്കുന്ന സൈനിക ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം ലൂക്കോസ് 21:21 പറഞ്ഞിരിക്കുന്ന പോലെ യെരുശലേം വിട്ട് ഓടിപ്പോകുവാൻ ഇടയാക്കി. ലൂക്കോസ് 21:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അവരോട് പറഞ്ഞത് ഇതാണ്: സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുമ്പുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്ന എല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. യഹസ്കേലിലെ മുദ്രയിടൽ. വെളിപ്പാട് 7 മുദ്രയിടലിന് സമാനമായ ഒരു പ്രവചനം യഹസ്കേൽ 9 കാണുന്നുണ്ട്. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു, നഗരത്തിന്റെ സന്ദർശനങ്ങളെ അടുത്തു വരുമാറാക്കുവിൻ, ഓരോരുത്തരും നാശകരമായ ആയുധം എടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിന്റെ വഴിയായി വന്നു. അവരുടെ നടുവിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. അവർ അകത്ത് ചെന്ന് താമ്രയാഗപീഠത്തിന്റെ അരികിൽ നിന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റുകളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കെ അവൻ, നിങ്ങൾ അവന്റെ പിന്നാലെ ചെന്ന് വെട്ടുവിൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത് എന്നാണ് ആ വചനഭാഗത്തിന്റെ വായന. വെളിപ്പാട് 7 യഹസ്കേൽ 9 വചനഭാഗങ്ങളുടെ താരതമ്യമാണ് ഇനി ചുരുക്കത്തിൽ ചെയ്യുന്നത്. വെളിപ്പാട് 7 കേടുവരുത്തുവാനിരുന്ന 4 കാറ്റുകൾക്ക് പകരം യഹസ്കേലിൽ 6 പുരുഷന്മാർ ഓരോരുത്തരും നാശകരമായ ആയുധമായ വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിന്റെ വഴിയായി വരുന്നതാണ് നാം കാണുന്നത്. കാറ്റ് ഭൂമിയുടെ 4 കോണുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇവിടെ വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിന്റെ വഴിയായിട്ട് അവർ വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വെളിപ്പാട് 7 ദൈവത്തിന്റെ ദാസന്മാരെ മുദ്രയിടുന്നവരെ കാണുന്നു. അതിന് പകരം യഹസ്കേലിൽ ദൈവത്തിന്റെ ദാസന്മാരെ വിളിച്ചിരിക്കുന്നത് യെരുശലേമിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാർ എന്നാണ്. അവർ ദൈവത്തിന്റെ ദാസന്മാരാണ്. ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷൻ അവരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുവാൻ കാത്തു നിൽക്കുകയാണ്. നാശകരമായ ആയുധമായ വെൺമഴു കയ്യിൽ ഏന്തിയവരുടെ പിന്നാലെ നടക്കുന്നവരോടുള്ള കൽപ്പന: നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളയുവൻ, എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത് എന്നായിരുന്നു. ഈ സംഭവത്തെ യഹസ്കേലിൽ യെരുശലേം നഗരത്തിന്റെ സന്ദർശനങ്ങൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് 7 ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ സന്ദർശനങ്ങൾ തന്നെയാണ് എന്ന് ഈ താരതമ്യ പഠനം തെളിയിക്കുന്നു. ആരാണ് ഈ മുദ്രയിടപ്പെട്ട 144,000 എന്ന് ഇനി നോക്കാം. യഹസ്കേലിലെ പ്രവചനങ്ങൾ യെരുശലേം നഗരത്തിന്മേൽ സമീപ ഭാവിയിൽ വരുവാനിരുന്ന സന്ദർശനങ്ങളെ കുറിച്ചുള്ളവയായിരുന്നു. ആകയാൽ വരുവാനിരുന്ന സംഭവങ്ങളെ നഗരത്തിന്റെ സന്ദർശനങ്ങൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം യെരുശലേമിനെ നശിപ്പിക്കുവാൻ പോകുകയായിരുന്നു. ആകയാൽ ഓരോരുത്തരും നാശകരമായ ആയുധം എടുക്കട്ടെ എന്ന് ദൈവം ദർശനത്തിൽ കൽപ്പിച്ചു. എന്നാൽ നീതിമാന്മാരെ ആ നാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ദൈവം അവരുടെ നെറ്റിയിൽ അടയാളം ഇടുവാനായി ഒരുവനെ നിയോഗിച്ചു. എന്നിട്ട് അടയാളമുള്ള ഒരുവനെ തൊടരുത് എന്ന് വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വന്ന 6 പുരുഷന്മാരോട് പറഞ്ഞു. അടയാളം എന്ന പദത്തിന് പകരം മുദ്ര എന്ന് വെളിപ്പാട് 7 ഉപയോഗിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. എങ്കിലും ആശയം ഒന്ന് തന്നെ.
ദൈവത്തിന്റെ സന്ദർശനത്തിൽ ദൈവം നശിപ്പിക്കുവാൻ ഇരുന്ന സമൂഹത്തിൽ നിന്ന് ദൈവം ചിലരെ കരുണയാൽ രക്ഷിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി വെളിപ്പാട് 7:4 തൊട്ട് 8 വരെ വായിക്കാം. അനന്തരം ഞാൻ മുദ്ര ഇടപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം കേട്ടു. ഇസ്രായേൽ പുത്രന്മാരുടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നുമായി മുദ്ര ഇടപ്പെട്ടിരിക്കുന്നവർ 144,000. യഹൂദായുടെ ഗോത്രത്തിൽ നിന്ന് മുദ്ര ഇടപ്പെട്ടിരിക്കുന്നവർ 12,000. രൂബേൻ ഗോത്രത്തിൽ നിന്ന് 12,000. ഗാദിന്റെ ഗോത്രത്തിൽ നിന്ന് 12,000. ആശേറിന്റെ ഗോത്രത്തിൽ നിന്ന് 12,000. നെഫ്താലീമിന്റെ ഗോത്രത്തിൽ നിന്ന് 12,000. മനശ്ശയുടെ ഗോത്രത്തിൽ നിന്ന് 12,000. ഷിമിയോന്റെ ഗോത്രത്തിൽ നിന്ന് 12,000. ലേവിയുടെ ഗോത്രത്തിൽ നിന്ന് 12,000. ഇസ്സാഖാറിന്റെ ഗോത്രത്തിൽ നിന്ന് 12,000. സെബുലൂവിന്റെ ഗോത്രത്തിൽ നിന്ന് 12,000. യോസേഫിന്റെ ഗോത്രത്തിൽ നിന്ന് 12,000. ബെന്യാമിന്റെ ഗോത്രത്തിൽ നിന്ന് മുദ്രയിടപ്പെട്ടിരിക്കുന്നവർ 12,000. ആകയാൽ ഈ വായനയുടെ വെളിച്ചത്തിൽ ആരാകുന്നു ന്യായം വിധിക്കപ്പെടുവാൻ പോയിരുന്നവർ? മുദ്രയിടപ്പെട്ടവർ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവർ ആയിരുന്നു എങ്കിൽ മുദ്രയിടപ്പെടാത്തവരും അവർ തന്നെയാണ്. ആകയാൽ ദൈവത്തിന്റെ സന്ദർശനവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരോടുള്ള ബന്ധത്തിലായിരുന്നു എന്ന് ഇതിനാൽ തെളിയുന്നു. ദോഷം വരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാർ ദൈവത്തിന്റെ ദാസന്മാർക്ക് ദോഷം വരുത്താതെ ഇരിക്കുവാനായിരുന്നു അവരെ മുദ്ര ഇട്ടത്. അവരെ ദൈവം അവിടെ നിന്ന് ഓടിപ്പോകുവാൻ ഇടവരുത്തി. അവർ അവിശ്വാസികളോട് കൂടെ കൊല്ലപ്പെട്ടില്ല. ഇവരെയാണ് നാം വെളിപ്പാട് 14 കാണുന്നത്. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരിടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നതെന്ന് 14:4 നാം വായിക്കുന്നു. യഹൂദന്മാരിൽ നിന്നുള്ള അവരെ ആദ്യഫലമെന്ന് യാക്കോബും തന്റെ ലേഖനത്തിൽ 1:18 പറഞ്ഞിരിക്കുന്നു. നാം അവന്റെ സൃഷ്ടികളിൽ ഒരു വിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിലെ ന്യായവിധി ആദ്യ നൂറ്റാണ്ടിലെ അവിശ്വാസികളായ ഇസ്രായേലിയരുടെ ന്യായവിധിയാകുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനഭാഗമാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓടിപ്പോക്ക് നിറവേറിയോ എന്നുകൂടെ ചിന്തിച്ചിട്ട് നമുക്ക് സമാപിക്കാം. ഈ ഓടിപ്പോക്ക് നിറവേറി. സെസ്റ്റിയസ് എന്ന ഒരു റോമൻ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ യെരുശലേം AD 70 മുമ്പായി വളയപ്പെട്ടു. കൂടാര പെരുന്നാളിന് വേണ്ടി ജനം യെരുശലേമിൽ കൂടി വന്നിരുന്ന സമയമായിരുന്നു അത്. താൻ നഗരത്തെ വളഞ്ഞു. ഉപരോധത്താൽ നഗരത്തെ വേണമെങ്കിൽ അപ്പോൾ തന്നെ കീഴടക്കാമായിരുന്നുവെങ്കിലും താൻ തൽക്കാലത്തേക്ക് വിട്ടുപോയി. ഈ അവസരത്തിലാണ് ഓടിപ്പോക്ക് നടന്നത്. ജോസിഫറിന്റെ രേഖ നമുക്ക് ശ്രദ്ധിക്കാം. ആഫ്റ്റർ ദിസ് calamity had befallen Cestius, many of the most eminent of the Jews swam away from the city as from a ship when it was going to sink. Josephus Ward's Book 2, Chapter 20, Para 1, verse 556. അതിന്റെ മലയാളം തർജ്ജമ. സെസ്റ്റിയസിന് ഈ വിപത്ത് ഉണ്ടായ ശേഷം യഹൂദന്മാരിൽ പല പ്രമുഖരും മുങ്ങുവാൻ പോകുന്ന കപ്പലിൽ നിന്ന് നീന്തി പോകുന്നത് പോലെ നഗരത്തിൽ നിന്നും പോയി. ഇനി ഈ ഓടിപ്പോക്കിനെ കുറിച്ച് യൂസേബിയസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കാം. Furthermore, the members of Jerusalem church, by means of an oracle given by revelation to acceptable persons there, were ordered to leave the city before the war began and they settled in a town in Perea called Pella. To Pella, those who believed in Christ migrated from Jerusalem, and as if holy men had utterly abandoned the royal metropolis of the Jews, the entire Jewish land, the judgment of God at last overtook them for their abominable crimes against Christ and his apostles, completely blotting out that wicked generation from among men. Eusebius, The History of the Church, page 111. ഇനി അതിന്റെ മലയാളം തർജ്ജമ വായിക്കാം. അതുകൂടാതെ യെരുശലേം സഭയിലെ അംഗങ്ങൾ അവിടുത്തെ സ്വീകാര്യരായ വ്യക്തികൾക്ക് ലഭിച്ച അരുളപ്പാടിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി നഗരം വിട്ടു പോകണമെന്നും പെല്ല എന്ന് വിളിക്കപ്പെടുന്ന പേറിയയിലെ പട്ടണത്തിൽ കുടിയേറി പാർക്കണമെന്നും കൽപ്പിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പെല്ലയിലേക്ക് കുടിയേറി പാർത്തു. മാത്രമല്ല, വിശുദ്ധ പുരുഷന്മാർ രാജകീയ നഗരത്തെയും യഹൂദ ദേശത്തെയും പാടെ വിട്ടുപോയി എന്ന് തോന്നുമാറ് ഒടുവിൽ ദൈവത്തിന്റെ ന്യായവിധി ക്രിസ്തുവിനും അപ്പസ്തോലന്മാർക്കും എതിരായ അറപ്പായ കുറ്റകൃത്യങ്ങൾ നിമിത്തം അവരെ മറികടക്കുകയും, അതായത് യഹൂദന്മാരെ മറികടക്കുകയും മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആ ദുഷ്ടതലമുറയെ തുടച്ച് നീക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്തെന്ന് കൂടെ ചുരുക്കത്തിൽ ചിന്തിക്കാം. ദൈവം തൻ്റെ ദാസന്മാരെ ന്യായവിധിയിൽ നിന്നും രക്ഷിക്കുവാനായി മുദ്രയിട്ട് സൂക്ഷിക്കുന്നു എന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു സത്യമാണ്.
ദൈവം എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിന് ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോട് കൂടെ പാലിച്ചു. സോദോം ഗൊമോറ എന്നീ പട്ടണങ്ങളെ ഭസ്മീകരിച്ചപ്പോൾ നീതിമാനായ ലോത്തിനെയും തൻ്റെ മക്കളെയും രക്ഷിച്ചു. ദൈവം നമ്മെയും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ്. സ്വജനത്തോടുള്ള ദൈവത്തിൻ്റെ കരുണയ്ക്കും കരുതലിനുമായി അവിടത്തേക്ക് സ്തോത്രം ചെയ്യാം. അവിടത്തേക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.